ശ്രീ എബി എൻ ജോസഫ് ചിത്രകലയിലൂടെ തൻ്റെ ജീവിത ദർശനം വരച്ചുവെക്കുന്ന പ്രസാദ ചിത്രകാരൻ, ഗാന്ധിയൻ ആദർശചിന്തകൻ, നിലവിൽ കേരള ലളിതകലാ അക്കാദമി വൈസ് ചെയർമാൻ, കർണാടക ചിത്രകലാ പരിഷത്ത് ആർട്ടിസ്റ്റ് അംഗം. കഴിഞ്ഞ വർഷം ജർമ്മനിയിൽ നടന്ന ചിത്ര പ്രദർശനത്തിലുൾപ്പെടെ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും കേരളത്തെയും ഇന്ത്യയെയും പ്രതിനിധീകരിച്ച അനുഗ്രഹീത കലാകാരൻ. ക്യാൻസർ എന്ന രോഗത്തെ അതിജീവിച്ച എബിസാർ ക്യാൻസർ രോഗികൾക്ക് സ്വാന്തനമേകുവാൻ ആർട്ട് ക്യാൻ കെയർ എന്ന സംഘടന രൂപീകരിച്ചിട്ടുണ്ട്. ഭാരത ദർശനം, കേരള ദർശനം തുടങ്ങിയ വിവിധ പേരുകളിൽ ഇന്ത്യയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ചിത്ര പ്രദർശനങ്ങൾ നടത്തിയിട്ടുണ്ട്. ക്യാൻസർ രോഗം പിടിപെട്ടതിന് ശേഷമാണ് ഗാന്ധിജിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയതും ഗാന്ധിജിയുടെ ജീവിതഘട്ടം തൻ്റെ ചിത്രങ്ങളിലൂടെ സന്ദേശമായി ലോകത്തിന് സമർപ്പിച്ചതും എന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. മികച്ച വാഗ്മിയും ഗാന്ധിയൻ ആദർശങ്ങളുടെ വക്താവുമായ എബി എൻ ജോസഫിനെ ക്വിറ്റ് ഇന്ത്യ ദിന സന്ദേശം നൽകുന്നതിനായി സ്വാഗതം ചെയ്യുന്നു. ആദരണീയരായ ഗുരുജനങ്ങളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ത്യൻ ദേശീയ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ തിളക്കമാർന്ന ഒരേടാണ് ക്വിറ്റ് ഇന്ത്യ സമരം എന്നറിയപ്പെടുന്ന അന്തിമ സമരം. 1942 ഓഗസ്റ്റ് 8 മുംബൈയിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ വച്ച് മഹാത്മജി ക്വിറ്റ് ഇന്ത്യ, ഇന്ത്യ വിടുക എന്ന അന്ത്യശാസനം ബ്രിട്ടീഷുകാർക്ക് നേരെ തൊടുത്തുവിടുന്നത്. അതിനോടൊപ്പം പ്രോജ്വലമായ മറ്റൊരു മുദ്രാവാക്യവും ഉണ്ടായിരുന്നു. അത് അസാധാരണമായിരുന്നു, വിട്ടുവീഴ്ചയില്ലാത്തതായിരുന്നു. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നതായിരുന്നു മറച്ചുവെക്കാനില്ലാത്ത തെളിവാർന്ന സന്ദേശം മുഴക്കുന്ന ആ മുദ്രാവാക്യം. വിവിധ ധാരകളിലൂടെ, വിവിധ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ദേശീയ സമരത്തിന് പല മുഖങ്ങളുണ്ടായിരുന്നു. എന്നിരുന്നാൽ തന്നെയും അവയുടെയൊക്കെ ആത്യന്തിക ലക്ഷ്യം സ്വാതന്ത്ര്യലബ്ധി തന്നെയായിരുന്നു. ഭാഗികമായി ഡൊമീനിയൻ പദവി നിലനിർത്തിക്കൊണ്ട് ഇന്ത്യക്ക് തെരഞ്ഞെടുപ്പിനും അതുപോലെ സ്വയം ഭരണത്തിനും ഒക്കെയുള്ള അവകാശം വിട്ടുതരാൻ ഒരുങ്ങിക്കൊണ്ട് ക്രിസ്പ് മിഷൻ എന്ന പേരിൽ ഒരു ദൗത്യ സംഘം ഗാന്ധിജിയെയും ഇന്ത്യയിലെ വിവിധ രാഷ്ട്രീയ കക്ഷികളെയും സമീപിക്കുകയുണ്ടായി. ക്രിപ്സിൻ്റെ നേതൃത്വത്തിൽ ആവശ്യപ്പെട്ട സംഗതി, ലോകയുദ്ധത്തിൽ, രണ്ടാം ലോകയുദ്ധം അന്ന് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, ലോകയുദ്ധത്തിൽ ഇന്ത്യയുടെ പൂർണ്ണ പിന്തുണ അത് ചോദിക്കുന്നുണ്ട്. ഞാനിവിടെ ലോകയുദ്ധം എന്നേ പറയുന്നുള്ളൂ. ഒരു യുദ്ധവും മഹത്തായ ഒന്നും നമുക്ക് നൽകുന്നില്ല എന്നതിനാൽ ലോക മഹായുദ്ധം എന്ന ഒരു വിശേഷണത്തോടുകൂടി അതിനെ അവതരിപ്പിക്കേണ്ടതില്ല എന്ന ബോധ്യത്തിൽ നിന്നാണ് അതിനെ ആവർത്തിച്ച് ലോകയുദ്ധം എന്ന് ഞാൻ പറയുന്നത്. വേൾഡ് വാർ എന്നതിന് എങ്ങനെയാണ് മലയാളത്തിൽ അങ്ങനെ ഒരു തർജ്ജമ വന്നത് എന്ന് ഞാൻ അത്ഭുതപ്പെടുന്നു. ലോകയുദ്ധത്തിൽ ഇന്ത്യൻ ജനതയുടെ പിന്തുണ ആർജിക്കുക, ഇന്ത്യയിലെ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പിന്തുണ ആർജിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ക്രിപ്സ് ഇന്ത്യയെ സമീപിക്കുന്നത്. ആ ദൗത്യസംഘത്തോട് ഗാന്ധിജി പറഞ്ഞത്, പൊളിഞ്ഞ ബാങ്കിൻ്റെ എടുക്കാത്ത ചെക്കുമായിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത്, അത് മടങ്ങിപ്പോവുക എന്നാണ്. പൊളിഞ്ഞ ബാങ്ക് എന്ന് ഗാന്ധിജി ഉദ്ദേശിച്ചത് ഇംഗ്ലണ്ടിനെ തന്നെയായിരുന്നു, ബ്രിട്ടീഷുകാരെ ഒന്നടങ്കമായിരുന്നു. പഴയ ഉഗ്രപ്രതാപമുണ്ടായിരുന്ന ബ്രിട്ടീഷുകാർ ഇന്ന് മുണ്ടുമുറുക്കിയെടുത്ത് യുദ്ധത്തിൽ സർവ്വതും തകർന്നു നിൽക്കുകയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഗാന്ധിജി അവരോട് അങ്ങനെ പറയുന്നത്. അതുകൊണ്ട് ഇന്ത്യയോട് ചോദിക്കുവാൻ അവർക്ക്, വിശേഷിച്ച് അധികാരം
നാമമാത്രമാണ് എന്ന് ഗാന്ധിജി ആ ഒരു പ്രയോഗത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ക്വിറ്റ് ഇന്ത്യ സമരം ഉയർന്നു വരുമ്പോൾ ഗാന്ധിജി അറസ്റ്റ് ചെയ്യപ്പെടുന്നു എന്നതുകൊണ്ട് ഗാന്ധിജിക്കോ സമര സൈന്യത്തിനോ അല്ല ക്ഷതമേറെ ഉണ്ടായത് ബ്രിട്ടീഷുകാർക്ക് തന്നെയാണ്. ഏത് സമരമുഖത്തിലും അത് നിയന്ത്രണം വിട്ടുപോകുന്നു എന്ന് കണ്ടാൽ സമര സാധ്യതയുടെ ഏറ്റവും വലിയ കാര്യലാഭത്തെ പോലും നിഷേധിക്കുവാൻ ഗാന്ധിജിക്ക് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. സമരത്തിന് മുന്നിൽ നിൽക്കുന്ന സമരസഖാക്കൾ അവർ ലക്ഷ്യം വിട്ട് ഹിംസാത്മകമായ മാർഗങ്ങൾ അവലംബിച്ചാൽ അപ്പോൾ അവരോട് നോ പറയാനും സമരം പിൻവലിക്കാനും ഗാന്ധിജിക്ക് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. എന്നുവെച്ചാൽ തങ്ങളുടെ ലക്ഷ്യം എത്ര തന്നെ മഹത്തരമായാലും മാർഗം വിശുദ്ധീകരിക്കപ്പെട്ട ഒന്നായിരിക്കണമെന്ന നിർബന്ധം മഹാത്മാവിനുണ്ടായിരുന്നു. അത്തരം ചരിത്ര സന്ദർഭങ്ങൾ ഉദാഹരിക്കുവാൻ ധാരാളമായി നമുക്കുണ്ട്. എന്നാൽ ആഗാഖാൻ പാലസിൻ്റെ തടവറകളിലേക്ക് ആനയിക്കപ്പെട്ടതിനെ തുടർന്ന് ഗാന്ധിജിയുടെ സ്വന്തം സമരസഖാക്കളുടെ മേൽ ഉണ്ടായിരുന്ന നിയന്ത്രണം നഷ്ടപ്പെടുകയാണ് ചെയ്തത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് നേതൃത്വത്തിലുള്ള സമരസംഘം ജയിൽ നിറയ്ക്കുക എന്നതിൽ ആണ് വ്യാപൃതരായിരുന്നത്. അഹിംസ പിന്തുടരുക മാത്രമല്ല, സ്വയം ജയിലറകളിലേക്ക് അടയ്ക്കപ്പെടുവാൻ തയ്യാറായിക്കൊണ്ടുള്ള വലിയ സൈന്യം ഇന്ന് നാം കാണുന്ന ഇന്ത്യയല്ല, അവിഭക്ത ഇന്ത്യ. പഴയ പാകിസ്ഥാൻ പ്രവിശ്യയും ഇന്ന് ബംഗ്ലാദേശ് എന്ന് നാം അറിയപ്പെടുന്ന പഴയ കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനും ഒക്കെ അടങ്ങിയ ഒരു വലിയ ഇന്ത്യയാണ് എന്നോർക്കണം. അവിടെയുള്ള മനുഷ്യർ ആ സെയ്ദ് ഹിമാചലം ലഭ്യമായ ജയിലുകളിൽ നിറയുക തന്നെയാണ് ചെയ്തത്. തുടർന്ന് പിടിക്കപ്പെടുന്ന സമരസൈന്യത്തെ എവിടെ കൊണ്ട് അടയ്ക്കണമെന്നറിയാതെ വിഹ്വലരാകുകയാണ് അധികാരികൾ. ഈ സംഭവം നടക്കുമ്പോൾ മറ്റൊരു ധാരയായി സോഷ്യലിസ്റ്റുകൾ എന്നറിയപ്പെടുന്ന ഒരു വിഭാഗം ചെറുപ്പക്കാർ മറ്റൊരു രീതിയിൽ സമരം മുന്നോട്ട് കൊണ്ടുപോവുകയുണ്ടായി. അവർ ഗാന്ധിജിയുമായി നിരന്തരമായി സംവാദത്തിലേർപ്പെട്ടു. രാം മനോഹർ ലോഹിയെ പോലുള്ള ആദർശ പുരുഷന്മാർ ഗാന്ധിജിയുമായി നിരന്തരമായി സംവാദത്തിലേർപ്പെടുകയുണ്ടായി. അവരുടെ രണ്ടാളുകളുടെയും ലക്ഷ്യമൊന്നാണ് എങ്കിലും മാർഗം വ്യത്യസ്തമാണ്, ദർശനം വ്യത്യസ്തമാണ്, അഭിപ്രായങ്ങളിലും നിലപാടുകളിലും വ്യത്യസ്തത ധാരാളമായുണ്ട്. എങ്കിലും ആ ചെറുപ്പക്കാരോട് സംവദിക്കുന്നതിന് ഗാന്ധിജിക്ക് തടസ്സമേതുമുണ്ടായിരുന്നില്ല. അവർ ഗാന്ധിജിയെ വല്ലാതെ ആദരിക്കുകയും ചെയ്തിരുന്നു. ഒട്ടളവോളം അവരൊക്കെ തന്നെ ഗാന്ധിയൻ ജീവിത രീതിയാണ് ലാളിത്യത്തിലൂടെ, വസ്ത്രധാരണത്തിലൂടെ, ജീവിത രീതിയിലൂടെ ഒക്കെ സ്വീകരിച്ചിരുന്നത് നമുക്ക് പിന്നീട് കാണാൻ കഴിയും. രാം മനോഹർ ലോഹിയ ആ നിലയ്ക്ക് വളരെ പ്രധാനപ്പെട്ട നേതൃത്വം വഹിച്ച ഒരാളാണ് എന്ന് നാം കാണണം. അച്യുത് പട്വർത്തൻ, അരുണ ആസഫ് അലി, ജയപ്രകാശ് നാരായണൻ പോലുള്ള സോഷ്യലിസ്റ്റുകൾ അവരുടെ നേതൃത്വത്തിൽ നടന്നത് ജയിൽ നിറയ്ക്കുക എന്ന വളരെ കാൽപ്പനികമായ ഒരു സമരരീതിയായിരുന്നില്ല. അവർ ചെയ്തത് റെയിലുകൾ തകർക്കുക, വാർത്താവിനിമയ ബന്ധങ്ങൾ വിച്ഛേദിക്കുക, ബ്രിട്ടീഷുകാർക്ക് ഭരിക്കാൻ ഒട്ടുമേ കഴിയാത്ത വിധം വലിയ തടസ്സങ്ങൾ സൃഷ്ടിക്കുക എന്നതായിരുന്നു അവരുടെ സമരരീതി. അതിൽ അവർ വലിയ തോതിൽ വിജയിക്കുകയും ചെയ്തു. എന്നാൽ ഇത് ഗാന്ധിജിയുടെ ചെവിയിലെത്തിക്കുന്നതിന് ബ്രിട്ടീഷുകാർക്ക് കഴിഞ്ഞിട്ടില്ല. സ്വതന്ത്ര മാധ്യമങ്ങളിലൂടെ ഗാന്ധിജിക്ക് അത് നേരാവണ്ണം മനസ്സിലാക്കുന്നതിനോ ഇടപെടുന്നതിനോ കഴിഞ്ഞിട്ടില്ല. ഗാന്ധിജി ഇതിനിടയിൽ നിരാഹാരം അനുഷ്ഠിക്കുന്നതിനും ഇടയാവുകയുണ്ടായി. ഗാന്ധിജി നിരാഹാരം അനുഷ്ഠിച്ചപ്പോൾ അത് വലിയ വിപത്തിലേക്കാണ് നയിക്കുന്നത് എന്നും പ്രക്ഷുബ്ധമായ ഒരു ജനതയുടെ ഇടയിൽ ഗാന്ധിജി നിരാഹാരം അനുഷ്ഠിക്കുകയും അതിൻ്റെ ഫലം അദ്ദേഹത്തിൻ്റെ ജീവൻ തന്നെ നഷ്ടമാവുകയും ചെയ്യുന്നു എന്നാണ് എങ്കിൽ ഒരുപക്ഷെ അതിന് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ബ്രിട്ടീഷുകാർ വലിയ വലിയ വില കൊടുക്കേണ്ടി വരും എന്ന ഭയം ബ്രിട്ടനെ പോലും പിടിച്ചുകുലുക്കുകയാണ് ഉണ്ടായിരുന്നത്. അവർ എന്ത് ചെയ്യണം എന്നറിയാതെ ഗാന്ധിജിയെ പുറത്തുവിടുന്നതാണോ അകത്ത് നിലനിർത്തുന്നതാണോ ഏതാണ് ശരിയാവുക എന്നതിൽ വ്യക്തതയില്ലാത്ത ഒരു നേതൃത്വമായി ബ്രിട്ടീഷ് ഭരണകൂടം ഒന്നാകെ ഉലയുന്നത് നാം ആ ചരിത്ര സന്ദർഭത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. തുടർന്ന് നാം നോക്കുക,
ഈ കാലയളവിലാണ് തെലങ്കാനയിൽ സമരം ഉയർന്നു വരുന്നത്. ഈ കാലയളവിലാണ് സാമ്രാജ്യത്വത്തിനെതിരെ മാത്രമല്ല ഇന്ത്യയിൽ നിലനിൽക്കുന്ന ജന്മിത്വവും ഒരുപോലെ തകർക്കപ്പെടേണ്ട ഒന്നാണെന്നും മനുഷ്യൻ്റെ ഉൽപാദനം, വിതരണം, ഉപഭോഗം പോലുള്ള അർത്ഥശാസ്ത്ര തത്വങ്ങൾക്ക് വിഘ്നം സൃഷ്ടിക്കുന്ന സ്വതന്ത്ര ഒരു ജനാധിപത്യത്തിൻ്റെ ഇടയിൽ യാതൊരു സാധ്യതയുമില്ലാത്ത ജീർണതകൾ മാത്രം ചരിത്രമായി ഓർമ്മിപ്പിക്കാൻ കഴിയുന്ന ഒരു വിഭാഗം, അത് ജന്മികളാണ് എന്നും ജന്മിത്വം അവസാനിക്കേണ്ടതുണ്ട് എന്നും നിലപാടെടുത്ത ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായിട്ടുള്ള ആളുകൾ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലായി വിവിധ സമരമുറകൾ ഉയർത്തിവിടുകയുണ്ടായി. മലബാർ മേഖലയിൽ ജന്മിവിരുദ്ധ, സാമ്രാജ്യത്വ വിരുദ്ധ സമരങ്ങൾ ഒട്ടനവധിയായി ഉയർന്നു വരികയുണ്ടായി. സ്വതന്ത്ര തിരുവിതാംകൂർ എന്ന ആശയം ഉയർത്തിയ സർ CP രാമസ്വാമി അയ്യർക്കെതിരായി ഉയർന്നു വന്ന സമരം, അത് ഏറ്റവും ഒടുവിൽ CP രാമസ്വാമി അയ്യരുടെ തിരോധാനത്തിലാണ് അവസാനിച്ചത് എന്നോർക്കണം. ഇതിനൊക്കെ അന്തിമ സമരത്തിൻ്റെ കാഹളം ഉയർത്തിയ ക്വിറ്റ് ഇന്ത്യ സമരം ഒരു ആവേശമായി ജനതയെ ആകമാനം സ്വാധീനിച്ചിരുന്നുവെന്നും ഗാന്ധിജിയുടെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ ഇതിനെയൊക്കെ സഹായിച്ചിരുന്നുവെന്നും പൊതുവിൽ വിലയിരുത്തുന്നതിൽ തെറ്റുണ്ടാവില്ല. ഇന്ത്യ ഈ നിലയിൽ സമര സാധ്യതകൾ ആകമാനം പരീക്ഷിക്കുന്ന സന്ദർഭത്തിൽ ലണ്ടനിൽ വിശേഷപ്പെട്ട ഒരു കാര്യം നടക്കുന്നുണ്ടായിരുന്നു. ലോകമറിയുന്ന മലയാളിയായ VK കൃഷ്ണമേനോന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ ലീഗ് അത് ചെയ്തത് ഇന്ത്യയിൽ നടക്കുന്ന സമരപ്രവർത്തനങ്ങളെ പരോക്ഷമായി സഹായിക്കുന്ന, എന്നാൽ സ്വാതന്ത്ര്യം ലഭ്യമാകുന്നതിനാവശ്യമായ എല്ലാവിധ കൂടിയാലോചനകൾക്കും ആവശ്യമായ ജനാധിപത്യ പ്രവർത്തനങ്ങൾ, ജനാധിപത്യ രീതിയിലുള്ള ചെറുത്തുനിൽപ്പുകളും സമരങ്ങളും സംഘടനാ പ്രവർത്തനവുമായി ഇന്ത്യ ലീഗും അതിൻ്റെ അംഗങ്ങളും മാറുകയാണുണ്ടായത്. അതിന് വിശിഷ്ട നേതൃത്വം കൊടുത്തയാൾ VK കൃഷ്ണമേനോനായിരുന്നു എന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി ഓർമ്മിക്കാം. ഹരോൾഡ് ലാസ്കിയെ പോലെ എക്കാലവും പുരോഗമനപക്ഷത്ത് നിലയുറപ്പിച്ചിട്ടുള്ള ദർശനവിശേഷമുള്ള മനുഷ്യരെ കൂട്ടിയോജിപ്പിക്കുന്നതിനും ഇന്ത്യയുടെ വിമോചനത്തിന് ആവശ്യമായ പിന്തുണ ആർജിക്കുന്നതിനും VK കൃഷ്ണമേനോന് കഴിഞ്ഞിരുന്നു എന്നതും ഇന്ത്യ ലീഗിന് സാധ്യമായി എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്ര സന്ദർഭമാണ്. അങ്ങനെ അകത്തു നിന്നും പുറത്തു നിന്നും ഒരേപോലെ സമ്മർദ്ദം കൊണ്ട് ബ്രിട്ടീഷുകാർ അസ്വസ്ഥമാകുന്ന ഒരു ഘട്ടത്തിലാണ് ലേബർ പാർട്ടി എല്ലാ കാലവും ജനാധിപത്യത്തിൻ്റെ കൊടിക്കൂറ ഉയർത്തിപ്പിടിക്കുന്നതിൽ, സംവാദ സാധ്യതകൾ ഉണ്ട് എങ്കിൽ അതിനെ നിരാകരിക്കാതിരിക്കുന്നതിൽ, പുരോഗമനപക്ഷത്ത് ചരിത്ര ഇടപെടലുകൾ ആവശ്യമുള്ള ചരിത്ര സന്ദർഭങ്ങളിൽ ഒക്കെയും നിവർന്നു നിന്നിട്ടുള്ള സംഘടനയാണ്, രാഷ്ട്രീയ സംഘടനയാണ് ലേബർ പാർട്ടി. ലേബർ പാർട്ടിയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലൊന്ന് സാമ്രാജ്യത്വ താല്പര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നതോടൊപ്പം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുക എന്നതും കൂടിയായിരുന്നു. ഇത്തരത്തിൽ ലേബർ പാർട്ടിയെ സ്വാധീനിക്കുന്നതിനും നിലപാടുകൾ ഉറപ്പിക്കുന്നതിനും VK കൃഷ്ണമേനോനും അക്കാലത്തെ ബുദ്ധിജീവികൾക്കും ഇംഗ്ലീഷുകാരും ഇന്ത്യക്കാരുമായിട്ടുള്ള ബുദ്ധിജീവികളുടെ സ്വാധീനം നിർണായകമായിരുന്നു. നിങ്ങൾ ഓർമ്മിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി നേവൽ കലാപമാണ്. നേവൽ കലാപം എന്നുള്ള പേരിൽ പട്ടാളത്തിൽ ഉയർന്നു വന്ന, നേവിയിൽ ഉയർന്നു വന്ന കലാപം, അത് എയർ അതുപോലെ ആർമി, ഈ രണ്ട് സൈന്യ സംഘങ്ങളെയും സ്വാധീനിക്കുകയുണ്ടായി. അത് ഗാന്ധിജി അനുകൂലിച്ചിരുന്നില്ല എന്ന് നാം പ്രത്യേകം ഓർമ്മിക്കണം. പക്ഷെ ഗാന്ധിജിയുടെ അനുമതിക്ക് വേണ്ടി കാത്തു നിൽക്കാതെ പട്ടാളത്തിൽ കലാപം ഉയർന്നു വരുന്നുണ്ട്. ഇങ്ങനെ വിവിധങ്ങളായ INA-യുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന, ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഇടപെടലുകളും പ്രവർത്തനങ്ങളും ഇതൊക്കെ തന്നെ ഇന്ത്യയെ സ്വാതന്ത്ര്യലബ്ധിയിലേക്ക് എത്തിക്കുന്നതിൽ സഹായിച്ചിട്ടുണ്ട്. തീർച്ചയായും ക്വിറ്റ് ഇന്ത്യ സമരം ഓർമ്മിക്കപ്പെടേണ്ടത് ഇന്ത്യയെ കണ്ണിചേർക്കുന്നതിൽ, വിവിധ സമരധാരകളെ കണ്ണിചേർക്കുന്നതിൽ, ഇന്ത്യയെ ഒരൊറ്റ മനസ്സാക്കി മാറ്റുന്നതിൽ വിജയിച്ചു എന്നത് തന്നെയാണ്. യുദ്ധത്തോടുള്ള നിലപാടുകളിൽ വിവിധ രാഷ്ട്രീയ കക്ഷികൾക്ക് വ്യത്യസ്തമായ നിലപാടുകളും അഭിപ്രായങ്ങളും പിന്നീട് ഉയർന്നു വന്നിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെയും ക്വിറ്റ് ഇന്ത്യ സമരത്തെ നാം ഓർമ്മിക്കേണ്ടത് അത് എങ്ങനെയാണ് അന്തിമ സമരമെന്നുള്ള നിലയ്ക്ക്
അതിരൂക്ഷമായ നിലപാടുകൾ ഉറപ്പിക്കുകയും അതിൻ്റെ കുന്തമുന ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് നേരെ തിരിക്കുകയും ചെയ്തത് എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. ഇത് ഒരു വിശേഷപ്പെട്ട കാലത്താണ് നാം കടന്നു പോകുന്നത്. ഇന്ത്യയിലെ വിവിധ നാട്ടുരാജ്യങ്ങൾ, ഇന്ത്യയിലെ വിവിധ മത സമൂഹങ്ങൾ, ഹിന്ദു, മുസ്ലിം, പാഴ്സി, ജൈനൻ, സിഖ്, ക്രിസ്ത്യൻ, ഇങ്ങനെ വിവിധങ്ങളായ മതവിഭാഗങ്ങൾ, നിരവധിയായ ജാതീയ സമൂഹങ്ങൾ, ഇങ്ങനെ ഭിന്നിച്ചു കിടന്ന ഒരു മനുഷ്യ സഞ്ചയത്തെ ഒറ്റ കൊടിക്കൂറയ്ക്ക് കീഴിൽ ഒന്നിപ്പിക്കാൻ കഴിഞ്ഞ രണ്ട് പ്രധാനപ്പെട്ട ആളുകൾ, ഒന്ന് ജവഹർലാൽ നെഹ്റുവും മറ്റൊന്ന് ഗാന്ധിജിയുമായിരുന്നു എന്ന് കാണണം. രണ്ടും മതേതരവാദികളായിരുന്നു എന്ന് മാത്രമല്ല, രണ്ടു തരം മതേതരവാദികളായിരുന്നു. ഗാന്ധിജി ആവട്ടെ സർവമതങ്ങളെയും സ്വാധീനിക്കുന്ന വിധത്തിലുള്ള നിലപാടുകളുള്ള, മതങ്ങളെ അംഗീകരിക്കുന്ന നിലപാടുകളുള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ യോഗങ്ങൾ അവയുടെ ദൃഷ്ടാന്തങ്ങളാണ്. എന്നാൽ നെഹ്റു ആകട്ടെ മതങ്ങളെ നിരസിച്ചുകൊണ്ടുള്ള, മതങ്ങളുടെ സാങ്കത്യത്തെ നിരാകരിച്ചുകൊണ്ടുള്ള ഒരു മതേതര നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. തീർച്ചയായും ഈ രണ്ട് നിലപാടുകൾ തമ്മിൽ അഭിപ്രായ ഭേദങ്ങളുണ്ട്, പക്ഷേ അനുപൂരകങ്ങളായിരുന്നു. രണ്ടും മനുഷ്യ നന്മയെ ഉയർത്തിപ്പിടിക്കുന്നതിൽ, മനുഷ്യൻ്റെ വിശേഷ ഗുണങ്ങളിൽ അവൻ ഏകോപനമുണ്ട് എന്ന് സമർത്ഥിക്കുന്നതിൽ, അവൻ്റെ പ്രശ്നങ്ങളിൽ അവരൊന്നാണ് എന്ന് സമർത്ഥിക്കുന്നതിൽ ഒക്കെ ഈ രണ്ട് മതേതര സ്വഭാവത്തിനും കഴിഞ്ഞിരുന്നു. നിർഭാഗ്യവശാൽ ഇന്ന് ഇന്ത്യ ആ നിലപാടുകളിൽ നിന്നും ബഹുഘാതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അത് തീർത്തും അവഗണിക്കാവുന്ന ഒന്നല്ലതാണ്. ഗാന്ധിജിയുടെയും നെഹ്റുവിൻ്റെയും ദേശീയ സമരത്തിന് നേതൃത്വം കൊടുത്ത മഹാരഥന്മാരുടെയും സ്വപ്നങ്ങളുടെ 100 പൂക്കൾ പെരുവഴിയിൽ വീണ് കിടക്കുമ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് ചവിട്ടി മതം അതിൻ്റെ വഴി നിശ്ചയിക്കുകയും ഫാസിസം അതിൻ്റെ പണിയെടുത്ത് തുടങ്ങി കഴിയുകയും ചെയ്തൊരു സന്ദർഭത്തിലാണ് നിർഭാഗ്യവശാൽ നാം ഈ ക്വിറ്റ് ഇന്ത്യ ദിനത്തെ അഭിമുഖീകരിക്കുന്നത്. നാം ഓർമ്മിക്കേണ്ടത് നാം അടിസ്ഥാനപരമായി ഹോമോ സാപ്പിയൻ എന്ന ഇനത്തിൽപ്പെടുന്ന ജീവി വർഗമാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ ആദ്യവും അവസാനവും മനുഷ്യനായിരിക്കുക എന്നത് അതിപ്രധാനപ്പെട്ട സംഗതിയാണ്. വീണ്ടും നിങ്ങൾ ഹിന്ദുവാണോ, വീണ്ടും നിങ്ങൾ മുസ്ലിമാണോ, വീണ്ടും നിങ്ങൾ പാഴ്സിയാണോ, നിങ്ങൾ സിഖാണോ, നിങ്ങൾ ജൈനനാണോ, നിങ്ങൾ ക്രിസ്ത്യനാണോ എന്ന് ഉറപ്പിച്ച് വീട്ടിൽ നിന്നിറങ്ങേണ്ടുന്ന നിർഭാഗ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും ഇന്ത്യ നാം കണ്ട സ്വതന്ത്ര ജനകീയ ജനാധിപത്യ റിപ്പബ്ലിക്ക് എന്ന ഭരണഘടന ഉറപ്പു നൽകുന്ന ആ ഒരു ഇന്ത്യ ആയിരിക്കില്ല എന്ന് ഉറപ്പിക്കാം. തീർച്ചയായും ഈ കാലം നമ്മോട് പറയുന്നത് കൂടുതൽ മനുഷ്യനായിരിക്കുക, കൂടുതൽ മനുഷ്യനായിരിക്കുക എന്നു തന്നെയാണ്. അഭിവാദ്യങ്ങളോടെ ഞാൻ ഉപസംഹരിക്കുന്നു. ഞാൻ എബി എൻ ജോസഫ്, ചിത്രകാരൻ, വൈസ് ചെയർമാൻ, കേരള ലളിതകലാ അക്കാദമി.